ആവട്ടാ ഇതെല്ലാം ഒഴിവാക്കിയിട്ട് വലിയ ലോട്ടറി കച്ചവടം തുടങ്ങിക്കൂടെ? എന്തിന്? എനക്ക് ഇവിടുന്ന് കടം കിട്ടൂല. അതെ, എനിക്ക് അങ്ങനെ എല്ലാം എടുത്തിട്ട് കൊണ്ടാവല്ല കട എടുത്തിട്ടല്ലേ? അടിക്കണ്ടാവട്ടാ. ഒരു 5 കോടി അത്രേ ആഗ്രഹിക്കുന്നു. പക്ഷേ അച്ഛനെ രക്ഷപ്പെടുത്തണം. അച്ഛനൊരു 10,000 കൊടുക്കണം, അമ്മക്കൊരു 15, 3 പങ്കത്തിന് 5,500, 50 ഉറുപ്പ്യ അങ്ങോട്ട് കൊടുത്ത് ബാക്കി മതി നമുക്ക്. സ്വപ്നം കണ്ട് നടക്കിയതല്ലേ? കറ്റി പഠിച്ച് കുറ്റി പോലെ എന്റെ പരം വന്നോ? പണിയെടുക്കണ പോയിട്ട് എന്തെങ്കിലും പണിയെടുത്തോ? നിങ്ങളുടെ ഈ കൈ കൊണ്ട് എത്ര ഓരോ സാധനം എടുത്ത് കൊടുക്കുന്നത്? അല്ലെങ്കിൽ എന്ത് പണിയെടുക്കുന്നത്? ഞാൻ കച്ചവടം ചെയ്യുന്നുണ്ട്, അതേ പണി. അന്നേരം 500 രൂപ കടന്നോട്ട്. ആ കടം ചോറ് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഇങ്ങനെ ചോറ് വിളമ്പോ ഞങ്ങളപ്പോ 8 മക്കളെ, ഞാൻ പറഞ്ഞല്ലോ ദാരിദ്ര്യമുള്ള കാലാണ്. അപ്പൊ മീനൊക്കെ അങ്ങ് കൂട്ടാൻ വെച്ചാൽ എല്ലാവർക്കും ഒന്നും കൊടുക്കാനൊന്നും ഉണ്ടാവില്ല. എന്നാലും എല്ലാ കുട്ടികൾക്കും ചെറിയ കഷ്ണം കൊടുക്കണ്ടേ വെച്ചിട്ട് ഇങ്ങനെ മീൻ കഷ്ണം അങ്ങനെ ഇട്ടിട്ട് വന്നപ്പോ തികയാതെ വന്ന് ചാറ് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്റെ ഉമ്മാക്കൊരു വിഷമം. അപ്പൊ ഒരു കഷ്ണം ഇല്ലല്ലോ വെച്ചിട്ടോ എന്റെ മോനക്ക് അവസാനം ഇട്ട് കൊടുക്കാനില്ലല്ലോ വെച്ചിട്ട് ഉമ്മ കൂട്ടാൻ കയ്യിലിട്ട് ഇങ്ങനെ ഇളക്കി ഇങ്ങോട്ട് എടുക്കലും വല്ലാത്തൊരു മീന്റെ കഷ്ണം. അപ്പൊ ഉമ്മ വിചാരിച്ചത് വാപ്പാക്ക് കൊടുക്കാം. നമുക്ക് അതല്ല അറിയേണ്ടത്. അതന്നെ ഞാൻ പറഞ്ഞേ, മീൻകറി വാപ്പാക്ക് കൊടുത്താൽ നമുക്ക് അത്ഭുതാണ് ഈ പറയണേന്ന്. നിങ്ങളെ പറഞ്ഞു തീരുന്നേറ്റ് മുമ്പ് വേറെ ഉണ്ടാക്കിയാലോ? അങ്ങനെ ഈ മീന്റെ കഷ്ണം എന്തിനു ചെയ്യണു, വാപ്പാക്ക് കൊടുക്കാലോ വെച്ചിട്ട് വാപ്പാടെ പാത്രത്തിലേക്ക് അങ്ങോട്ട് ഇടലും ഇതങ്ങോട്ട് മുള്ളായി തീർന്നു. അങ്ങനെ എന്താ ചിരിക്കണേ? അവനങ്ങനെയുള്ള വിടല് കേട്ട് അവൻ ചിരിക്കുക. ഇല്ലാത്ത കഥ തന്നെ ഇവരടുത്ത് വെച്ചില്ല. നിങ്ങൾ എത്ര കഥ ഇവർക്ക് എത്ര കഥ ഞാൻ പറഞ്ഞു കൊടുത്തേക്കും. ഉപദ്രവിക്കാറുണ്ടോ? മദ്യപിച്ചിട്ട് ഉപദ്രവിക്കാറുണ്ടോ? നന്നായിട്ട് ഉപദ്രവിക്കും. ഉപദ്രവിക്കുവോ? ടി വി കണ്ടോണ്ടിരിക്കുവായിരുന്നു ഒരു ദിവസം. ടി വി കണ്ടെടുത്തപ്പോ വന്നു, സീരിയലല്ലേ കാണുന്നത്, നമുക്ക് സദ്യ അതിലാണോ കൊടുക്കേണ്ടത് ഇവിടെയാണോ കൊടുക്കേണ്ടത്? ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ചന്ദനം വഴിയും പരസ്പരവും കഴിയാതെ എനിക്ക് ചോറില്ല, എന്തൊരു ഭർത്താവാ ഞാനിത്. അതെ സതീശ, ഈ സ്ത്രീകളെയൊക്കെ ഇങ്ങനെ ഉപദ്രവിച്ചാലുണ്ടല്ലോ, അവര് ഗാർഹിക പീഡനത്തിന് വനിതാ കമ്മീഷനിൽ ഒരു പരാതി കൊടുത്താലുണ്ടല്ലോ, സതീശന് അകത്ത് കിടക്കും. അറിയാമോ? എന്നിട്ട് വന്ന് നേരെ അകത്തോട്ട് കയറി എന്തോ ചോദിച്ചു, ഞാൻ കണ്ടില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. റിമോട്ട് എടുത്ത് ഒരു ഒറ്റ എറിയതായിട്ട് ഇവിടെ നോക്ക് മാഡം. പാടുന്നു നോക്ക് സാറേ, കേട്ടോ തെളിത്തിരിക്കും അവിടെ. ഇന്നലെ തെരഞ്ഞതാ റിമോട്ട് എടുത്തു. கள்ளிருக்கும் தாமரையை கையணைக்கும் மாங்கிரையை உள்ளிருக்கும் நாடியெங்கும் முந்தன் உயிர்தான். இனி வரும் எந்த பிறவியிலும் உன்னை சேர காத்திருப்பேன். விழி மூடும் இமை போல விலகாமல் வாழ்ந்திருப்பேன். என்னுடைய மனச தந்து விட்ட பிறகும் ஏம்மா கலங்குற?